Welcome to CU's on Curiosity Unlimited. ഗുഡ് ഡേ ഓൾ. നമ്മൾ ഇന്ന് PYQ ഡിസ്കഷനിൽ ലാസ്റ്റ് പാർട്ടായ സെക്ഷൻ സി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം സെക്ഷൻ സിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് സീലിംഗ് അല്ല, മറിച്ച് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം ഒരു അഡീഷണൽ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പം 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആരും തന്നെ വളരെ ക്രിസ്പായിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കരുത്, മറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം ഡെറിവേഷൻ ആണെങ്കിൽ കൂടിയും അതിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ച് വേണം ഈ 10 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. സോ വിതൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് ബിഗിൻ ദിസ് വീഡിയോ. സോ സെക്ഷൻ സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Obtain the wave equation for E and B vectors in free space using a plane wave solution. Show that the electromagnetic waves are transverse in nature and E and B vectors are in phase and are mutually perpendicular. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ടും വായിച്ചിട്ട് വേണം ആൻസർ ചെയ്താൻ. കാരണം എന്താ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അറൌണ്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് അവരെ ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? വേവ് ഇക്വേഷൻ എഴുതണം, ആദ്യം ഇ ആൻഡ് ബി വെക്ടേഴ്സിന്റെ വേവ് ഇക്വേഷൻ എഴുതണം, പിന്നെ എന്ത് ചെയ്യണം, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് മാത്രമല്ല, അവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ആൻഡ് ദേ ആർ ഇൻ ഫേസ് എന്നുള്ള കാര്യം കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേവ് ഇക്വേഷൻ ഫോർ ഇ ആൻഡ് ബി വെക്ടേഴ്സ്. അതെ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുടെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുടെയും വേവ് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ? എന്താ? ഇ ഓഫ് എക്സ് ഓഫ് ടി, ഈ വെക്ടർ ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. അതുപോലെ തന്നെ ബി വെക്ടർ of x comma t equal to b0 into e raised to I into kx minus omega t. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ടേംസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വെക്ടർ എന്താണ്? അതെ, ഈ വെക്ടർ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. E0 എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഫംഗ്ഷൻ ആണ്. കെ എന്ന് പറയുന്നത് അവിടെ വേവ് നമ്പർ ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് കൊടുക്കാം. ഒമേഗ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആംഗുലർ വെലോസിറ്റി ആണ്. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും എന്താണ്? സൈൻ വേവ്സ് ആണ്. അപ്പം സൈൻ വേവ്സിനെ നമുക്ക് കൊസൈൻ്റെ ടേംസിലും സൈൻ്റെ ടേംസിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് കൊസൈൻ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഓർ E of x of t is x comma t equal to E0 into cos kx minus omega t plus del. അല്ലെങ്കിൽ എന്താ, ബിയുടെ ടേംസിൽ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? B of x comma t equal to B0 into cos kx minus omega t plus del. ഇവിടെ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽ ആണ് നമുക്കിവിടെ പുതിയൊരു ടേം ആയിട്ട് വന്നേക്കുന്നത് അല്ലേ? അപ്പം ഈ ഡെൽ എന്താണ്? ഹിയർ ഡെൽ ഇസ് എ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഫേസ് ഡിഫറൻസ് ആണ് ഇവിടെ ഡെൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. മേ ബി 2 മാർക്സിന് വേണമെങ്കിലും ഈ ഇക്വേഷൻ ചോദിക്കാവുന്നതാണ്. സോ എല്ലാവരും ഈ ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. So let's move on to the next part of the question. എന്താണ്? To prove that E and B waves are transverse waves അല്ലേ? അപ്പം transverse waves they show a peculiar property, that is polarization. Unlike longitudinal waves, നമുക്കറിയാം longitudinal waves റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ അങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസും ട്രാൻസ്വേഴ്സ് വേവ്സിനെ പോലെ തന്നെ ഷോ ചെയ്യാറുണ്ട്. പക്ഷേ ട്രാൻസ്വേഴ്സ് വേവ്സ് പോളറൈസേഷൻ എന്നുള്ള ഫിനോമിന ഷോ ചെയ്യാറുണ്ട്. അതൊരിക്കലും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ടു പ്രൂവ് എ വേവ് ഇസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ദാറ്റ് വേവ് ഇറ്റ് ഷോസ് പോളറൈസേഷൻ ഫിനോമിന എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ദാറ്റ് വേവ് ഇസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ പോളറൈസേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? റെസ്ട്രിക്റ്റിംഗ് എ വൈബ്രേഷൻ ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഹോളി ഓർ പാർഷ്യലി ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രം ഒരു വേവിനെ എന്ത് ചെയ്യാണ് നമ്മളവിടെ? റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് നമ്മുടെ എന്താ? പോളറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു വേവിനെ പറയുന്നതാണ് നമ്മുടെ പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. ആ പ്ലെയിൻ വേവ്
ഒരു ഫ്രീക്വൻസി, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റുന്നതാണ് മോണോക്രോമാറ്റിക് വേവ് എന്നുള്ളത്. സോ ഈ ഫിനോമിനൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഈ നെയിംസും നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ടു പ്രൂവ് ഇ ആൻഡ് ബി വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദേ ഷോ ദ ഫിനോമിന ഓഫ് പോളറൈസേഷൻ. Clear? So let's move on to the derivation part. So to prove electric field vector and magnetic field vector show the property of പോളറൈസേഷൻ, നമുക്ക് എന്ത് കാണിച്ചാൽ മതി? അവരുടെ ആംപ്ലിറ്റ്യൂഡ്സ്, അതായത് E0 ആൻഡ് B0 ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ 0 ആണ് എങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അവരുടെ ആ മോഷൻ അലോങ് ദാറ്റ് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ദേ ആർ പോളറൈസ്ഡ് എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? E0 വെക്ടർ ആൻഡ് B0 വെക്ടർ ആർ 0 എന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഫ്രീ സ്പേസ്. വി നോ Gauss's law of Maxwell's equation in free space എന്താണ്? del dot E equal to 0 and del dot B equal to 0. Maxwell's equation എല്ലാവർക്കും thorough ആയ equations ആണ് അല്ലേ. അപ്പൊ നമുക്കറിയാം del dot E equal to 0 എന്ന് നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, സിമിലർ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് അതിനെ പ്രൂവ് ചെയ്യാം. സോ വി നോ del dot E equal to 0. സോ ഈയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്താണ്. വേവ് ഇക്വേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഈ vector is equal to E0 into E raised to I into kx minus omega t. So let's substitute that wave equation in the place of E vector. ക്ലിയർ ആയി? അതിനുശേഷം നമുക്കറിയാം ഡെൽ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാം അല്ലെ. ഡൈവേർജൻസ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഡൈവേർജൻസ് ഫംഗ്ഷൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് എഴുതുക? എല്ലാവർക്കും അറിയാലോ. ഡെല്ലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് I cap into dou by dou x plus j cap into dou by dou y plus k cap into dou by dou z. നമുക്കിവിടെ അറിയാം നമ്മൾ എക്സ് ഡയറക്ഷനിലൂടെ മാത്രം മൂവ് ചെയ്യുന്ന വേവ് ആണല്ലേ. അപ്പൊ നമ്മുടെ ജെ വെക്ടറും കെ വെക്ടറും അവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെൻ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് അവിടെ എന്തായിട്ട് മാറും? അതെ, 1 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു E0 ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു I into kx minus omega t. നമുക്കറിയാം ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വെക്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഫംഗ്ഷന്റെ പുറത്തോട്ട് പോകും. ഈ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടും ആൻസർ ഇവിടെ കിട്ടുന്നത് 0 ആണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള E0 ഓഫ് എക്സ് അത് 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ പ്രൂവ് ദാറ്റ് E0 വെക്ടർ ഇസ് 0. സിമിലർലി നമുക്ക് del dot b എടുക്കാം. അതിൽ നിന്നും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് പറ്റും? B0 വെക്ടർ ഇസ് 0 എന്ന് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ ആ മാക്സ്വെൽസ് ഇക്വേഷനും നമ്മൾ അവിടെ എക്സ്പാൻഡ് ചെയ്തു. ഹെൻസ് വി പ്രൂവ് ദാറ്റ് B0 വെക്ടർ ഇസ് ഓൾസോ 0. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്നും? The electric field vector and magnetic field vector, they show the phenomena of polarization, hence they are transverse in nature. So let's move on to the next part of the question. എന്തായിരുന്നു? E and B vectors are in phase and they are mutually perpendicular. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. To prove that they are mutually perpendicular and are in phase, നമുക്ക് ഒരു ഇക്വേഷൻ മാത്രം പ്രൂവ് ചെയ്താൽ മതി. എന്താണത്? B0 equal to k by omega into I cross E0. അപ്പം ഈ ഇക്വേഷൻ എല്ലാവരും മൈൻഡിൽ നല്ലപോലെ ഉറപ്പിച്ച് വെക്കണം. കാരണം ഇതൊരു പുതിയ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പം ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത മാക്സ്വെൽസ് ഇക്വേഷൻ നമുക്ക് ഇവിടെ എടുക്കാം. എന്താണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ? നെക്സ്റ്റ് ഫേവറേറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ അല്ലേ. അതെന്തായിരുന്നു? ഡെൽ ക്രോസ് E ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്? മുന്നേ ചെയ്ത ഡെറിവേഷൻ പോലെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും നമ്മൾ വേവ് ഇക്വേഷന്റെ ടേംസിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്ക് പകരം നമ്മൾ അവിടെ എന്ത് കൊടുത്തു? E0 ഇൻറ്റു ഇ റേസ് ടു I ഇൻറ്റു kx മൈനസ് ഒമേഗ ടി. സിമിലർലി ബിക്ക് പകരം നമ്മൾ B0 ഇൻറ്റു ഇ റേസ് ടു I ഇൻറ്റു kx മൈനസ് ഒമേഗ ടി നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്തേ? ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എന്ത് എക്സ്പാൻഷനാ വന്നേ? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ക്യാപ് എന്നുള്ള എക്സ്പാൻഷൻ ചെയ്തു. പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. എന്താണ്? നേരത്തെ നമുക്ക് ഡൈവേർജൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ആയിരുന്നു. ഇവിടെ വരുമ്പം അത് കേൾ ആണ് അല്ലേ. അപ്പം നമുക്കിവിടെ ചെറിയൊരു
മാറ്റം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐ ക്യാപ്പിന്റെ ഐ ക്യാപ്പ് ഇവിടെ എന്താന്ന് പറയാൻ പറ്റില്ല, 1 ആയിട്ട് ഇവിടെ പോകുന്നില്ല. നമ്മുടെ ഐ വെക്ടർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യമാണ്. ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ വൈയുടെ ടേംസിലോ സെഡിന്റെ ടേംസിലോ എന്തെങ്കിലും ടേംസ് അവിടെ കാണുന്നുണ്ടോ? ഇല്ല അല്ലെ, വൈയും സെഡ് ഒന്നും ഇല്ല. അപ്പൊ ഡോ ബൈ ഡോ വൈയും ഡോ ബൈ ഡോ സെഡും എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അവര് 0 ആയിരിക്കും. സോ നമുക്ക് ആ 2 ടേമും മാറ്റാം. ഓക്കെ, ബാക്കിയുള്ളത് ആരാ, നമ്മുടെ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ക്രോസ്, ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ക്രോസ് ഇ സീറോ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. നമ്മുടെ ആർ എച്ച് എസ് അങ്ങനെ തന്നെ നിന്നോട്ടെ, കാരണം അവിടെ നമുക്ക് എന്തില്ല, ക്രോസ് പ്രോഡക്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിനെ, അതായത് നമ്മുടെ ഇ സീറോനെ നമ്മൾ പുറത്തെടുത്തു. അപ്പൊ നമുക്ക് കിട്ടും എന്താ, നമുക്ക് അവിടെ കിട്ടുക ഐ ക്രോസ് ഇ സീറോ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നോർമൽ ഡിഫറൻസിയേഷൻ ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്താ, അതെ കെ പുറത്തോട്ട് പോകും അല്ലേ, കെ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. സിമിലർലി ഡോ ബൈ ഡോ ടി ഓഫ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്താ, ഇവിടെ മൈനസ് ഒമേഗയാണ് പുറത്ത് വരിക അല്ലേ, കോഎഫിഷ്യന്റ് എന്താ മൈനസ് ഒമേഗയാണ്. അപ്പം മൈനസ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ള ടേം നമുക്ക് ഇവിടെ കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നെഗറ്റീവ് സൈൻ അപ്പൊ പോയി കേട്ടോ. അപ്പൊ അവിടെയുള്ള ഇനി എന്തൊക്കെ നമുക്കറിയാം, രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ള ടേം ഉണ്ട്. രണ്ടും ക്യാൻസൽ ആയി പോവും. ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക, ഐ ക്രോസ് ഇ സീറോ ഇൻറ്റു കെ ഈക്വൽ ടു ബി സീറോ ഇൻറ്റു ഒമേഗ. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ബി സീറോ ഈക്വൽ ടു k by omega into I cross E0. So we can prove that both these waves are in phase and they are mutually perpendicular. So ഈ ക്വസ്റ്റ്യൻ വളരെ എല്ലാവർക്കും thorough ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു തവണ ഈ കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 ഡെറിവേഷൻ ആണ് വന്നിട്ടുള്ളതെങ്കിൽ പോലും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്റ്റഡ് ആയാൽ മതി. ടു പ്രൂവ് ദേ ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതെ ഈ സീറോ വെക്ടർ ആൻഡ് ബി സീറോ വെക്ടർ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ടു പ്രൂവ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആൻഡ് ഇൻ ഫേസ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത്, ബി സീറോ വെക്ടർ ഇസ് ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻറ്റു ഐ ക്രോസ് ഇ സീറോ വെക്ടർ എന്ന് പ്രൂവ് ചെയ്താൽ മതി എന്നുള്ള ഈ 2 സ്റ്റെപ്പ് മാത്രം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡെറിവേഷൻ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പൽ ഓഫ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ആൻഡ് ഒബ്റ്റെയിൻ ദ റിലേഷൻ കണക്റ്റിംഗ് ദ ചാർജ് ഫ്ലോയിങ് ആൻഡ് ദ ബാലിസ്റ്റിക് ത്രോ ഓഫ് ദി ഗാൽവനോമീറ്റർ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് നമ്മുടെ ED2 വരുന്ന BG സെക്ഷൻ, ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന്റെ സെക്ഷൻ. മോസ്റ്റ് കോമൺലി അതായത് 2 വർഷമായിട്ടും കേട്ടോ 2019-2020 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് BG. സോ ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ BG അറ്റ്ലീസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. 10 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ BGയുടെ. അത് മാത്രമല്ല നമ്മൾ 6th സെമ്മിലോട്ട് എത്തുന്ന സമയത്ത് നമുക്കവിടെ പ്രാക്ടിക്കൽസിൽ കൂടെ BGയുടെ ആവശ്യമുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആൻസർ. Before leaving, don't forget to like, share and subscribe to our YouTube channel. See you on Curiosity Unlimited.